Welcome to our science class. In the last class, we discussed about some properties of acids. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ആസിഡിന്റെ കുറച്ച് പൊതു സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. ആസിഡിന് പുളി രുചിയാണ്. പിന്നെ ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. നീല ലിറ്റ്മസിനെ എന്താക്കി മാറ്റുന്നു? ആസിഡ് റെഡ് ആക്കി മാറ്റുന്നു. മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു. അപ്പൊ നമ്മളൊരു പരീക്ഷണം ചെയ്തു. ഒരു ഗ്ലാസ്സിൽ കുറച്ച് ആസിഡ് എടുത്തു, അതിലേക്ക് സിങ്ക് പീസസ് ഇട്ടു. അപ്പൊ ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡ്സ് ഉണ്ട്, വീക്ക് ആസിഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നതൊക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയാനായിട്ട് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും അതിലേക്ക് നമ്മൾ സിങ്കിന്റെ മെറ്റൽ എടുത്തു. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് അതൊന്ന് പ്രൊഡ്യൂസ് ചെയ്യണത് കണ്ടു. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസിന് പ്രത്യേകത എന്താണ്? അത് ബേണിങ്ങിനെ സഹായിക്കുന്നതാണ്. കത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ ഗ്യാസ് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു തീപ്പെട്ടി കത്തിച്ച് കാണിക്കുകയാണെങ്കിൽ അത് കൂടുതൽ സൗണ്ടോട് കൂടി കത്തും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്. ആസിഡുകൾക്ക് പുളി രുചിയാണ്. ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ആസിഡുകൾ നീല ലിറ്റ്മസിനെ ചുവപ്പ് നിറമാക്കുന്നു. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്. ആസിഡ് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ എന്ന വാതകം ഉണ്ടാകുന്നു. അപ്പൊ ഈ മൂന്നാമത്തെ പ്രത്യേകത, മൂന്നാമത്തെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ആസിഡിന്റെ ലാസ്റ്റ് പ്രോപ്പർട്ടിയും പറയേണ്ടതുണ്ട്. അപ്പൊ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നമ്മൾ പറഞ്ഞു ആസിഡ് ഏതെങ്കിലും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഗ്യാസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത്, ഏതെങ്കിലും ആസിഡും ഏതെങ്കിലും മെറ്റലും റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകും എന്ന പ്രോപ്പർട്ടി കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആണ് ഹെൻറി കാവൻഡിഷ് എന്നുള്ള സയന്റിസ്റ്റ് ആണ്, ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അതായത് ഏതെങ്കിലും ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ എന്നുള്ള വാതകം ഉണ്ടാവും. അപ്പോൾ ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിക്കുമ്പോൾ ഹൈഡ്രജൻ എന്നുള്ള ഉണ്ടായിരുന്നില്ല, എന്തോ ഒരു ഗ്യാസ് അവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് മാത്രമാണ് ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞ് ലെവോസിയർ എന്നുള്ള സയന്റിസ്റ്റ് ഇതിനെ കുറിച്ച് കൂടുതൽ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ട് കണ്ടുപിടിച്ചതാണ് ഏതെങ്കിലും ആസിഡും മെറ്റലുമായി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ലെവോസിയർ ആണ് ഹൈഡ്രജൻ എന്നുള്ള പേര് കൊടുത്തത്. ഹൈഡ്രജൻ എന്നുള്ള പേര് കൊടുത്ത് സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ലെവോസിയർ ആണ്. അപ്പോൾ ഹൈഡ്രജൻ എന്നുള്ള വേർഡിന്റെ മീനിങ്, അർത്ഥം എന്ന് പറയുന്നത് വാട്ടർ പ്രൊഡ്യൂസിങ്, വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹൈഡ്രജൻ എന്നുള്ള വേർഡിന്റെ മീനിങ്. അപ്പൊ ഇതാണ് ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷും അതിന് ഹൈഡ്രജൻ എന്നുള്ള പേര് നൽകിയത് ആരാണ്? ലെവോസിയർ എന്നുള്ള സയന്റിസ്റ്റ് ആണ് അതിന് ഹൈഡ്രജൻ എന്നുള്ള പേര് നൽകിയത്. അപ്പോ നമ്മൾ പറഞ്ഞു ആസിഡിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ള പ്രോപ്പർട്ടി. അപ്പോ ഇത് നമ്മുടെ ഡെയിലി ലൈഫിലായിട്ട് കുറെ അധികം കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കെമിസ്ട്രി ലാബുകളിൽ, നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന ലാബുകളിൽ, പ്ലസ് ടുവിലും കോളേജുകളിലും ഒക്കെ നമ്മൾ ലാബുകൾ കാണാം. അപ്പൊ ലാബുകളിൽ നോക്കിയാൽ അറിയാം അവിടെ ഇങ്ങനെ നിരനിരയായിട്ട് ഷെൽഫുകളില് ആസിഡുകള് ഒരു ബോട്ടിലാക്കി വെച്ചിരിക്കുന്നത് കാണാം. നല്ലതില്ല. പിന്നെ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ബോട്ടിൽസും ഗ്ലാസസും ഒക്കെ എന്തുകൊണ്ടുള്ളതായിരിക്കും? ഗ്ലാസ് കൊണ്ടുള്ളതായിരിക്കും. അതായത് നിലത്ത് വീണ പൊട്ടുന്ന തരത്തിലുള്ള ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് അധികം നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഷെൽഫുകളിൽ ആസിഡ് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ടാവും. അത് എങ്ങനത്തെ ബോട്ടിലായിരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക? ഗ്ലാസ് ബോട്ടിലാണ്. നിലത്തിട്ടാ പൊട്ടുന്ന ഗ്ലാസ് ബോട്ടിൽ, നല്ല കനം കൂടി, നിലത്തിട്ടാ പെട്ടെന്ന് പൊട്ടില്ല, നല്ല കനം കൂടുതലുള്ള ഗ്ലാസ് കൊണ്ടാണ് അതിലാണ് അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക. അതിന്റെ അടപ്പ് വരെ അങ്ങനത്തെ ആയിരിക്കും, ഗ്ലാസ് കൊണ്ടുള്ള അടപ്പായിരിക്കും. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഉപയോഗിക്കുന്നത്? അതും ഈ ആസിഡിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയുമായിട്ട് ചില റിലേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ആസിഡ് ഏതെങ്കിലും മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് മാത്രമല്ല ഉണ്ടാവുന്നത്, പിന്നെ എന്തും കൂടി ഉണ്ടാവുന്നുണ്ട്? പോയിസണസ് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ്, വിഷം
വിഷം പോലുള്ള കുറച്ച് സബ്സ്റ്റൻസുകളും അതിന്റെ കൂടെ ഉണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു എന്ന് മാത്രമാണ്. പക്ഷെ ചില പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്, വിഷം ഉള്ള സബ്സ്റ്റൻസുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മെറ്റൽ, ഇപ്പോ മെറ്റൽ പോലുള്ള ഇതിലാണ് നമ്മൾ ആസിഡുകൾ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ മെറ്റലായിട്ടുള്ള ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ മെറ്റലിന്റെ പാത്രത്തിലാണ് സൂക്ഷിക്കണമെങ്കിൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് വേറെ ഏതെങ്കിലും സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ അവിടെ എക്സ്പെരിമെന്റ്സ് നടത്തുമ്പോൾ അത് വേറെ സബ്സ്റ്റൻസുകളായിട്ട് മാറി അത് പൊട്ടിത്തെറിക്കാനും ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ടാവാനും കാരണമാകും. അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്നത് ഗ്ലാസ് കൊണ്ടുള്ള അല്ലെങ്കിൽ ഗ്ലാസ് കൊണ്ടുള്ള ബോട്ടിലും അതിന്റെ അടപ്പും ഒക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആസിഡ് ഏതെങ്കിലും മെറ്റലുള്ള സബ്സ്റ്റൻസ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് മാത്രമല്ല പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളും ഉണ്ടാകുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബോട്ടില് ചിലപ്പോൾ ഗ്ലാസിന്റെ ചില്ലിന്റെ കുപ്പിയായിരിക്കാം, പക്ഷെ അടപ്പ് എന്തുകൊണ്ടായിരിക്കാം? മെറ്റലിന്റെ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അതും അപകടമാണ്. അതെന്തുകൊണ്ടാണ്? അവിടെയും മെറ്റൽ റിയാക്ട് ചെയ്തിട്ട് പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് ലബോറട്ടറിയിലെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഡെയിലി ലൈഫിൽ വരികയാണെങ്കിൽ നമ്മൾ സാധാരണ പിക്കിൾസ്, അച്ചാറുകൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം പിക്കിൾസിൽ എന്തുണ്ട്? ആസിഡ് ഉണ്ട് ഇല്ലേ? ഇപ്പോൾ എല്ലാ പിക്കിൾസിലും ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്, ഇപ്പോൾ നെല്ലിക്ക അല്ലെങ്കിൽ എന്താ പറയാ നാരങ്ങ, ഇതിലൊക്കെ ആസിഡ് ഉണ്ട്. അത് കൊണ്ടുള്ള പിക്കിൾസ്. അപ്പൊ അതിൽ ഓൾറെഡി ആസിഡ് ഉണ്ട്. പിന്നെ ആസിഡ് നമ്മൾ കേടുവരാതിരിക്കാൻ അസിറ്റിക് ആസിഡ്, അതായത് വിനീഗർ പോലുള്ള, ഇതാണ് അസിറ്റിക് ആസിഡ്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ അസിറ്റിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ കുറച്ച് ഒഴിക്കും, അത് കേടുവരാതിരിക്കാൻ, പൂപ്പായി ഫംഗസ് വരാതിരിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ പിക്കിൾസ് എന്തിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുക? എന്ത് പാത്രങ്ങളിലാണ് സൂക്ഷിച്ചു വെക്കുക? ഒരിക്കലും നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളിലോ മെറ്റൽ പാത്രങ്ങളിലോ നമ്മളത് സൂക്ഷിച്ചു വെക്കില്ല. എന്താ കാരണം? പിക്കിൾസ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ഉള്ളതാണ്. അപ്പൊ അത് അവിടെ നമ്മൾ സ്റ്റീലിന്റെ പാത്രങ്ങളിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ അതവിടെ ആ ആസിഡും ആ പാത്രത്തിന്റെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യകരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പിക്കിൾസ് എപ്പോഴും ഗ്ലാസ്, നമ്മൾ വീടുകളിൽ നോക്കിയാൽ അമ്മമാരൊക്കെ ചെയ്യുന്നതാണ്, കുപ്പി നല്ല ചില്ല് കുപ്പികളിലാണ് സൂക്ഷിച്ചു വെക്കുക. പ്ലാസ്റ്റിക്കിൽ പിന്നെയും സൂക്ഷിക്കാം, ഒരിക്കലും സ്റ്റീൽ പാത്രങ്ങളിൽ നമ്മൾ പിക്കിൾസ് പോലെയുള്ള സബ്സ്റ്റൻസുകൾ സൂക്ഷിക്കില്ല. അപ്പൊ നമ്മൾ ഈ പിക്കിൾസ് ചില്ല് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിന്റെ അടപ്പ് ചിലപ്പോൾ മെറ്റലിന്റെ ആയിരിക്കും. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ ആ മെറ്റലിന്റെ ഭാഗത്ത് ഇങ്ങനെ തുരുമ്പ് പിടിച്ച പോലെ ചുവപ്പ് കളറിൽ കാണാം. അത് ചിലപ്പോൾ നമ്മൾ ആസിഡ് നമ്മുടെ പിക്കിൾസിൽ എങ്ങാനും വീണുണ്ടെങ്കിൽ അതും നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല, സീരിയസ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയണത് എന്തുകൊണ്ടാണ്? ആസിഡ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസുകൾ. ഇപ്പൊ ആസിഡ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പിക്കിൾസ് ആസിഡിക് ഉള്ള ഫുഡ് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ടാമറിന്റെ പുളിയൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലോ അല്ലെങ്കിൽ ചില്ലിന്റെ പാത്രങ്ങളിലോ ആണ്, ഒരിക്കലും മെറ്റലിന്റെ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കില്ല. ഭരണികളിലൊക്കെയാണ് നമ്മൾ പുളി സൂക്ഷിച്ചു വെക്കുക. കുറെ നാൾ സൂക്ഷിച്ചു വെക്കേണ്ട കാരണം ടാമറിൻഡ് എന്ന് പറയുന്നത് എന്താണ്? പുളിയുള്ളതാണ്. അപ്പൊ അത് മെറ്റലുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ചാൽ അവിടെ അതിൽ റിയാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള വിഷകരമായിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബട്ടർ മിൽക്ക്, ഇപ്പൊ മോരൊന്നും ഒരിക്കലും നമ്മൾ സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കില്ല, ചില്ലുകുപ്പികളിലാണ് സൂക്ഷിച്ചു വെക്കുക. അതുപോലെ വിനീഗർ, ലെമൺ ജ്യൂസ്, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും നമ്മൾ മെറ്റൽ കണ്ടെയ്നേഴ്സ്, അതായത് ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെയോ പാത്രങ്ങളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കില്ല. നമ്മൾ കുപ്പികളിൽ, ചില്ലു കുപ്പികളിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലോ ആണ് നമ്മൾ അധികം സൂക്ഷിച്ചു വെക്കുക. അതെന്തുകൊണ്ടാണ്? ഈ ആസിഡ് അവിടെ നമ്മൾ എന്തിലാണോ സൂക്ഷിച്ചു വെക്കുന്നത്, മെറ്റലോ സ്റ്റീലോ ആണെങ്കിൽ അതുമായി റിയാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളത് അറിയാതെ കഴിക്കും. അങ്ങനെ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ തൈരൊക്കെ സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്റ്റീൽ പാത്രത്തിന്റെ ഉൾഭാഗമൊക്കെ എന്തായിട്ടുണ്ടാവും? ബ്ലാക്ക് കളറായി ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ റിയാക്ഷൻ നടന്നിട്ടാണ്. അപ്പൊ ഒരിക്കലും നമ്മൾ വീടുകളിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങളിപ്പോ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അത് ചിലപ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ആസിഡിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വൈ acidic substances are not kept in metal containers? എന്തുകൊണ്ടാണ് ആസിഡിറ്റി ഉള്ള ഭക്ഷണ വസ്തുക്കൾ ഒരിക്കലും ഇരുമ്പ് പാത്രങ്ങളിൽ സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ കാരണം?
അപ്പൊ അത് റീസൺ ആണ് പറയുന്നത് ആസിഡ് ഏതെങ്കിലും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ എന്തിലാണോ സൂക്ഷിച്ചു വെക്കുന്നത് അതുമായി റിയാക്ട് ചെയ്തിട്ട് അവിടെ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ വിഷകരമായ പദാർത്ഥങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സബ്സ്റ്റൻസ്, അങ്ങനത്തെ ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒരിക്കലും ഇങ്ങനത്തെ പാത്രങ്ങളിൽ സൂക്ഷിക്കില്ല എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ആസിഡിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്തത് ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫോർത്ത് പ്രോപ്പർട്ടി ഓഫ് ആസിഡ്സ്. ആസിഡിന്റെ നാലാമത്തെ പ്രത്യേകത, നാലാമത്തെ പൊതു സ്വഭാവം ആസിഡിന്റെ. അപ്പൊ ആസിഡിന്റെ നാലാമത്തെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, നമ്മൾ തേർഡ് പ്രോപ്പർട്ടി പറഞ്ഞ ആസിഡ് ഏതെങ്കിലും മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആസിഡ്സ് ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസ്, കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല, പക്ഷെ കെമിസ്ട്രിയിലെ എന്ത് സബ്സ്റ്റൻസ് ഉണ്ടായാലും അതിന് കെമിക്കൽ നെയിമുകൾ ഉണ്ട്. അപ്പൊ ഈ കെമിക്കൽ നെയിമുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിന് പറയാം. അപ്പൊ അങ്ങനത്തെയിലുള്ള കെമിക്കൽ നെയിമുകളിൽ വരുന്നതാണ് കാർബണേറ്റ്. കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടിരിക്കുന്നത് എന്താണ്, നമ്മൾ ബ്രീത്തിങ് നടത്തുമ്പോൾ പുറത്ത് വിടുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ പ്ലാന്റ്സ് സ്വീകരിക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആസിഡ് ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസ്. കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആദ്യത്തെ ഉള്ളതാണ് എഗ്ഷെൽ, മുട്ടയുടെ തോട്. എഗ്ഷെൽ എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതുപോലെ ചോക്ക്, നമ്മൾ ബോർഡിലൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്ന ചോക്ക്. പിന്നെ ഉപയോഗിക്കുന്നതാണ് മാർബിൾ, നമ്മൾ നിലത്തൊക്കെ വീടുകളിൽ നിലത്തൊക്കെ വിരിക്കാൻ ഉപയോഗിക്കുന്ന മാർബിൾ. ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ ഇതെന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ കെമിക്കൽ നെയിം, അതിലൊക്കെ കാൽസ്യം കാർബണേറ്റും ഉണ്ട്. ഇതൊക്കെ കാൽസ്യം കാർബണേറ്റുകളാണ്. ഇതിലൊക്കെ കാൽസ്യത്തിന്റെയും കാർബണേറ്റിന്റെയും അംശങ്ങളുണ്ട്. എഗ്ഗിലുണ്ട്, ചോക്കിലുണ്ട്, എഗ്ഷെല്ലിലുണ്ട്, ചോക്കിലുണ്ട്, മാർബിളുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും ആസിഡും ഈ ഇതിലേതെങ്കിലും സബ്സ്റ്റൻസുകൾ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്യാസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആസിഡും എഗ്ഷെല്ലും ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം CO2 എന്നതിന് പറയാം. അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് CO2 എന്നാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രത്യേകത എന്താണ്, അത് കിടത്താൻ അതായത് കത്തുന്ന ഒരു വസ്തുവിനെ കിടത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ് വിച്ച് എക്സ്റ്റിങ്ക്യൂഷസ് ഫയർ. എക്സ്റ്റിങ്ക്യൂഷസ് എന്ന് പറഞ്ഞാൽ എന്താ, തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ്. നേരത്തെ നമ്മൾ ഹൈഡ്രജൻ പറഞ്ഞു, എന്താണ്, തീ കത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു. അതുപോലെ തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ്. അപ്പൊ ഏതെങ്കിലും ഒരു ആസിഡും ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകളും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതിന്റെ കൂടെ ഉണ്ടാവുന്നതാണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ്, ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുന്നതെന്ന് മാത്രമേ നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് ആണ്. അപ്പൊ ഇവിടെ ഈ എഗ്ഷെല്ലിന് പകരം ഏതെങ്കിലും ഒരു ആസിഡും എഗ്ഷെല്ലിന് പകരം നമ്മൾ ചോക്ക് ഈ ബോർഡിൽ എഴുതുന്ന ചോക്ക് പൊടിച്ചിട്ട് ഇട്ടാലോ അല്ലെങ്കിൽ മാർബിൾ പീസസ് ഇട്ടാലോ ഉണ്ടാവുന്ന സെയിം ഗ്യാസ് തന്നെയാണ് അവിടെ ഉണ്ടാവുക. അവിടെ ഉണ്ടാവുന്ന സെയിം ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിച്ച് എക്സ്റ്റിങ്ക്യൂഷസ് ഫയർ, അത് തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ്. അപ്പൊ ഇതാണ് ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടി. When an acid reacts with the carbonate, carbon dioxide gas is produced. ഏതെങ്കിലും ഒരു ആസിഡും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് എക്സ്റ്റിങ്ക്യൂഷസ് ഫയർ, അത് തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടി ആണ് ആസിഡ് reacts with carbonates and carbon dioxide is produced. ഏതെങ്കിലും ഒരു ആസിഡും
ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള വാതകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് തീനെ കിടത്താൻ സഹായിക്കുന്ന വാതകമാണ്. അപ്പോൾ ഫോർത്ത് പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്, ഈ ഫോർത്ത് പ്രോപ്പർട്ടിയിലെ ഈ ഒരു പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അഗ്നിശമനി, അതായത് നമുക്കിപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ റെഡ് കളറിലൊരു സിലിണ്ടർ പോലത്തെ സാധനം നമ്മൾ കാണാം, ചുവപ്പ് കളറിൽ കാണാം. എങ്ങാനും അവിടെ തീപിടുത്തുണ്ടായാൽ അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്, അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തീ കെടും. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആ ഗ്യാസിന്റെ ഉള്ളിൽ, ആ ബോട്ടിലിന്റെ ഉള്ളിലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. അപ്പൊ അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തീയൊക്കെ കെടുപോകും. അതുകൊണ്ടാണ് എല്ലാ ബിൽഡിങ്ങിലും അങ്ങനത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ വേണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ആസിഡ് ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് തീ കെടുത്താൻ സഹായിക്കുന്ന ഒരു ഗ്യാസ് ആണ്. ഇതാണ് ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടി. ആസിഡ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഏതെങ്കിലും ആസിഡും ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകളും തമ്മിൽ റിയാക്ഷൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ് ഇത് എക്ഷൽ, ചോക്ക്, മാർബിൾ. എക്ഷൽ എന്ന് പറഞ്ഞാൽ മുട്ടത്തോട്, ചോക്ക് അല്ലെങ്കിൽ മാർബിൾ. ഇതിൽ ഏതെങ്കിലും ഒന്നും ഏതെങ്കിലും ഒരു ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് എന്ത് ഗ്യാസ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് ആണ് ഉണ്ടാവുക. അത് തീനെ കിടത്താൻ സഹായിക്കുന്ന ഒരു വാതകമാണ്. അപ്പൊ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വിനാഗിരി എടുക്കാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് മുട്ടത്തോട് ഇടുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ മുട്ടത്തോടിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസുകൾ വരണ കാണാം. അതെന്താണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ബബിൾസ് ആയിട്ട് വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീ കെട്ടുപോകും. കുറെ നേരം റിയാക്ഷൻ നടക്കൂട്ടോ. അതുകൊണ്ടാണ് ഇത് ഇപ്പൊ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല, ഈ മുട്ടത്തോടിന്റെ ഉള്ളിൽ നിറയെ ബബിൾസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ ബബിൾസുകൾ വരുന്നതാണ്. ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ആസിഡും ഏതെങ്കിലും കാർബണേറ്റ് ഉള്ള സബ്സ്റ്റൻസുകളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഗ്യാസ് ഉണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് ഇതിൽ ഞാൻ കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട്. വിനീഗർ എന്നത് അസിറ്റിക് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എക്ഷൽ ഇട്ടിട്ടുണ്ട്. എക്ഷൽ എന്ന് പറഞ്ഞാൽ എന്താ? മുട്ടത്തോട്. അപ്പൊ ഇതിൽ ഇട്ടപ്പോൾ തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ബബിൾസ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളൊരു തീപ്പെട്ടി കത്തിച്ച് വെക്കുകയാണെങ്കിൽ അത് കെടും. എന്താ കാരണം വെച്ചാൽ ഇവിടെ ഗ്യാസുകൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് വന്ന് അത് കെടും. അപ്പൊ അത് പതുക്കെ നടക്കുകയുള്ളൂ. ഈ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് അത്രയും വീക്ക് ആയിട്ടുള്ള ആസിഡാണ്. ഈ അസിറ്റിക് ആസിഡിന് പകരം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡോ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാക്ഷൻ നടക്കും. ഇത് പതുക്കെ റിയാക്ഷൻ നടക്കുള്ളൂ. ഇതിന്റെ റിയാക്ഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് പൊങ്ങുണ്ട്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ടുള്ള വേറൊരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്, നമ്മളൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിറയെ വിനീഗർ എടുക്കുക, അസിറ്റിക് ആസിഡ് എടുക്കുക. അതിലേക്ക് നമ്മളൊരു മുട്ട, ഫുള്ള് എഗ് എന്ന് പറയുന്നത് മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇട്ട വശം എന്ത് സംഭവിക്കും? മുട്ട താഴേക്കും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് തനിയെ പൊന്തി വരണതാണ്. ആ മുട്ടയുടെ പുറത്തുനിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ എയർ ബബിൾസ് വരണതാണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അത് വീണ്ടും മുകളിലേക്ക് പൊന്തും. ആ മുകളിലേക്ക് പൊന്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പൊ വീണ്ടും താഴും, പിന്നെ വീണ്ടും മുകളിലേക്ക് പോകും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്, അങ്ങനെ ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണത് ശരിക്കും കാണാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മാജിക് ഓഫ് ദ എഗ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് അങ്ങനെയാണ് അത് ഉണ്ടാവുക, ശരിക്കും ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇതിൽ ശരിക്കും നോക്കിയാൽ അറിയാം, ഇതിന്റെ ഉള്ളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യണത് ശരിക്കും കാണാം. അതായത് ആ മുട്ടത്തോടിൽ നിന്ന് നിറയെ എയർ ബബിൾസ് ആണ്. അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുമ്പോൾ ഇത്തിരി കൂടി വായുവട്ടം കുറവുള്ള പാത്രങ്ങളിൽ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് ശരിക്കും പുറത്തേക്ക് വരുന്നത് നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി വെച്ച് കാണാം. തീപ്പെട്ടിക്കൊള്ളി വെക്കേണ്ടത് എന്തിനാണ്? ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ അത് കെടുന്നു എന്ന് അറിയാനായിട്ടാണ് നമ്മൾ തീപ്പെട്ടിക്ക്. ഇപ്പോൾ വായുവട്ടം കൂടുതലുള്ള കാരണം ഗ്യാസ് പുറത്തേക്ക് പോകുന്നത്. പിന്നെ വിനീഗർ ആയ കാരണം വീക്ക് ആസിഡ് ആണ്. അപ്പൊ പെട്ടെന്ന് റിയാക്ഷൻ നടക്കില്ല. അപ്പോൾ ഇതാണ്
എന്തെന്ന് പറയണത് ഫോർത്ത് പ്രോപ്പർട്ടി, ആസിഡിന്റെ ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ആസിഡും കാർബണേറ്റുള്ള സബ്സ്റ്റൻസുകളും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് വിനീഗർ ആണ്, എക്ഷൽ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത്, മുട്ടത്തോടാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. അപ്പൊ നോക്കുക, ഇതിലെ നോക്കിയാൽ അറിയാം അത്രയും നേരം എക്ഷലുകൾ മുഴുവൻ താഴത്തായിരുന്നു പെടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് മുകളിലേക്ക് വരുന്നുണ്ട്. എന്താ മുകളിലേക്ക് വരാനുള്ള കാരണം? അതിനുള്ളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നിറയെ എയർ ബബിൾസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിറയെ ചെറിയ ചെറിയ ബബിൾസ് ആണ് അതിൻ്റെ ഉള്ളില്. അപ്പൊ ഈ എക്ഷലുകൾ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അപ്പൊ എക്ഷലുകൾ മുകളിലേക്ക് പൊന്തി വരുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മുഴുവൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും താഴേക്ക് വരാം. സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അതിങ്ങനെ ഫുൾ അതിനുള്ളിൽ കിടന്ന അനങ്ങുണ്ട്. ഞാൻ അനക്കാതെ തന്നെ അതിനുള്ളിൽ അനങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഇതിന്ന് പുറത്തേക്ക് പോണതാണ്. അപ്പോൾ അടുത്ത് കാണിച്ചു തരാം. അതിനുള്ളിലെ നിറയെ എയർ ബബിൾസ്. അപ്പോൾ കണ്ടോ, എഗ് ഷെല്ല് താഴേക്കും മുകളിലേക്കും പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ എഗ് ഷെല്ലുമ്പോൾ നിറയെ എയർ ബബിൾസ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് അതുമ്പോൾ നിറയെ എയർ ബബിൾസ് മുകളിലേക്ക് പോകുന്നത് കാണാം. കണ്ടില്ലേ? അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. എങ്ങനെയാണ് ഒരു അഗ്നിശമനി ഉണ്ടാക്കുക, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതാണ് ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലേക്ക് അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ആസിഡ് വേണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? അസിറ്റിക് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? വിനീഗർ ആണ്. വിനീഗർ ഞാൻ ഈ ബോട്ടിലേക്ക് ഒഴിക്കുന്നു. ഇനി ഞാനിവിടെ ഒരു ചെറിയ ഒരു തുണിയില് കുറച്ച് ബേക്കിംഗ് സോഡ, സോഡിയം കാർബണേറ്റ് ആണ്. കാർബണേറ്റുള്ള ഏതെങ്കിലും സബ്സ്റ്റൻസ് ആണ്, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇതിങ്ങനെ തിരിച്ച് ഈ ബേക്കിംഗ് സോഡ ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് മുഴുവൻ പുറത്തേക്ക് പോകും. അപ്പോൾ പതുക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് വരുന്നത് കാണാം. അപ്പോൾ ഇതിനുള്ളിലെ ആസിഡും, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നത് എന്താണ്? കാർബണേറ്റുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറയുന്നത് ഈ ട്യൂബിൽ കൂടെയാണ് പുറത്തേക്ക് വരിക. അപ്പോൾ നമ്മളത് നോക്കിയാൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കുന്നുണ്ടാവുള്ളൂ. റിയാക്ഷൻ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഗ്യാസ് വരാത്തത്. അതിനുള്ള റിയാക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ബബിൾസ് വരുന്നത് കാണാം. ആസിഡും കാർബണേറ്റുള്ള സബ്സ്റ്റൻസായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
അവിടെ ആസിഡ് വന്നു, അതുകൊണ്ട് അവിടെ തീ കെട്ടു. അപ്പോൾ അവിടെ നോക്കിയാൽ അറിയാം ഏതെങ്കിലും ഒരു ആസിഡും കാർബണേറ്റുള്ള സബ്സ്റ്റൻസുകൾ ബേക്കിംഗ് സോഡയാണ്, അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കൊണ്ടാണ് നമ്മളിവിടെ തീപ്പെട്ടി കത്തുമ്പോൾ അത് കെട്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ മോഡൽ. ഇത് തന്നെയാണ് നമ്മൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ ഉപയോഗിക്കുന്നത്, അഗ്നിശമനിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എല്ലാവരും വീട്ടിൽ ചെയ്തു നോക്കുക. ആസിഡിന്റെ 4ാമത്തെ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ആസിഡും ഏതെങ്കിലും ഒരു കാർബണേറ്റുള്ള സബ്സ്റ്റൻസുകളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകമാണ്, ഗ്യാസ് ആണ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ള ഗ്യാസ്. താങ്ക് യു. അപ്പോൾ ഇവിടെ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ മോഡലിലെ ഇതാണ് വിനീഗർ അസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തുണിയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ബേക്കിംഗ് സോഡ, അതായത് സോഡിയം കാർബണേറ്റ് ആണ്, ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ ഇതിനെ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈ ട്യൂബിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ട്യൂബിൻ്റെ ഈ പുറം ഭാഗത്ത് നമ്മളൊരു തീപ്പെട്ടി കത്തിച്ച് വെക്കുകയാണെങ്കിൽ അത് കെടും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നത് ശരിക്കും കാണാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ കെടും. കെട്ടു. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷറിന്റെ മോഡൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആസിഡിന്റെ 4th പ്രോപ്പർട്ടി എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. ആസിഡിന്റെ 4th പ്രോപ്പർട്ടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ആസിഡും മറ്റൊരു കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റിൽ ഇപ്പോൾ എല്ലാ എക്സെല്ലിന്റെ പുറത്തും നിറയെ ബബിൾസ് ആണ്, അതായത് നിറയെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുകൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബബിൾസ് എക്സെല്ലിൽ ചിലത് മുകളിലേക്ക് വരും, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് പോകും. ചിലത് താഴത്തേക്ക് പോകും, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പോൾ ഇവിടെ ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം പെട്ടെന്ന് തന്നെ അതിന് ഗ്യാസ്. പക്ഷെ ഇത് ഒരു ഗ്ലാസ് വലുതായ കാരണം ഗ്യാസ് പുറത്തേക്ക് പോകും പെട്ടെന്ന്. അപ്പോൾ ചെറിയൊരു ട്യൂബിനുള്ളിലാണ് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്തതായിട്ട് കാണാം. താങ്ക് യു.